ഏകദേശം 85,000 രൂപ വരുന്ന ഈ ഒരു മാക്ബുക്ക് എയർ വെറും 36,000 രൂപ കിട്ടും, അതും 1 ഇയർ വാറന്റിയോട് കൂടി. ഇതുപോലെ തന്നെ നല്ല വില കൂടിയ ഹൈ എൻഡ് ലാപ്ടോപ്സ് 18,000 രൂപ മുതൽ നമുക്ക് കിട്ടും. സ്റ്റുഡൻസ്, എഡിറ്റേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഗെയിമേഴ്സ്, ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പോക്കറ്റ് അധികം കാലിയാക്കാതെ നമ്മുടെ കാര്യം നടക്കും. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് കലൂർ ജംഗ്ഷനിലുള്ള ഡിജിറ്റൽ റീഫർബിലാണ്. ഇവർക്ക് കാലിക്കറ്റും ഷോറൂം ഉണ്ട്. ഇവിടെയുള്ള എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് റീഫർബിഷ്ഡ് ലാപ്ടോപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. റീഫർബിഷ്ഡ് ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലാപ്ടോപ്സിനെല്ലാം 1 ഇയർ വാറണ്ടിയും തരുന്നുണ്ട്. ഇനി EMI ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ലാപ്ടോപ്സ് മാത്രമല്ല, iMac, iPad, iStudio ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതും ചെറിയൊരു എമൗണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും ഇവിടെ വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം വാങ്ങിക്കാനുള്ള സൗകര്യം കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആണോ, എല്ലാം ആ ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ കാണുന്ന ഒക്കെ ഇവിടെയുള്ള ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് റീഫർബിഷ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. പല മോഡൽസിലും പല രീതിയിലുള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഡൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് എത്രത്തോളം എമൗണ്ടിൽ മാറ്റം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 സെക്ഷൻ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഹൈ എൻഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് ഒക്കെ അവിടെയും അതേപോലെ നോർമൽ യൂസേജിനൊക്കെ ഉള്ളത് ഇവിടെയാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിന്റെ പ്രൈസ് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിന് വരുന്നത് ഇവിടെ ഏതാണ്? നമുക്കിപ്പോ ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. i5 തന്നെ 8GB റാമും 256GB SSD ആവും. ഇതിന്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 40,000 ആണ്. 40,000 അത് 80,000 ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിപ്പോ നമുക്ക് HP യുടെ ഫ്ലിപ്പിംഗ് മോഡലാണ് വരുന്നത്. ഇത് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് i5ഉം i7ഉം അവൈലബിൾ ആണ്. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് 1.5 മോളിൽ പോകും. പക്ഷെ നമുക്ക് ഇവിടെ 40,000 ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് തിങ്ക്പാഡ് സീരീസിന് വരുന്നതാണ്. ഇത് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നേരത്തെ കണ്ട പോലെയുള്ള തന്നെ തിങ്ക്പാഡ് സീരീസിന് നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഈ ഒരു മോഡലിന്റെ പ്രൈസ് വരുന്നത് നമുക്കിവിടെ വരും 30,000 ആണ് വരുന്നത്. പക്ഷെ മാർക്കറ്റിലൊക്കെ ഇതിന് വരുമ്പോഴത്തേക്ക് ഒരു 1 സംതിങ് മോളിൽ വരും. ഇതിന്റെ കൂടെ സ്റ്റൈലിഷും അവൈലബിൾ ആണ്. അത്രയും ഡിഫറൻസ് വരുന്നത്. അതെ അതെ, ഇതും അതേ ഡെല്ലിന്റെ തന്നെയാണ്. അത് ഡെല്ലിന്റെ മോഡലാണ് വരുന്നത്. ഇതിനെങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് 29. ഒറിജിനൽ പ്രൈസ് ഏകദേശം 90,000 അടുത്ത് ഓൺലൈനിൽ അത്ര വരുന്നുണ്ട്. ഇത് നമുക്ക് IBMന്റെ തിങ്ക്പാഡ് സീരീസ് ആണ് വരുന്നത്. ഇത് നമുക്ക് 14 ഇഞ്ച് സ്ക്രീൻ സൈസ് ആണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് കോഡിങ്, പ്രോഗ്രാമിംഗ് പോലുള്ള സ്റ്റഡി പർപ്പസിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിന്റെ ഒറിജിനൽ പ്രൈസ് എങ്ങനെയാണ്? ഇത് ഏകദേശം ഒരു 80-85 രൂപ തൊട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്കിത് വരുന്നത് വെറും 26,000 ആണ്. 26,000. ഇതിന്റെ തന്നെ 12 സ്ക്രീൻ സൈസും വരുന്നുണ്ട്. 15.6 ഇഞ്ച് സ്ക്രീൻ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഒരു മോഡൽ ആണെങ്കിലോ ഇത് ചെറിയൊരു ലാപ്ടോപ്പ് ആണോ അല്ലേ? നമുക്ക് ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിലും ഇത് i7 ആണ് വരിക. i7ല് 8GB 256 SSD വരുന്നതാണ്. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 29 ആണ്. ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ 70-75 രൂപ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. നമുക്കിത് കോമ്പാക്റ്റബിൾ ആണ്. 180 അല്ലെങ്കിൽ ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ്, കോഡിങ്ങിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് മാക്ബുക്കിൽ M1 Pro വരുന്നതാണ്. അത് എങ്ങനെ കോസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്നത് 85,000 ആണ്. 85 നമുക്ക് 1.20 ആണ് വരുന്നത്. 1.20 വരുന്നുണ്ട്. ഇത് M1 Pro അല്ലേ? അതെ, ഇത് M1 Pro ആണ്. ഇതൊരു 2,40,000 രൂപ ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട്. 2020 മോഡലാ? അതെ അതെ. നമുക്ക് വരുന്നത് 1,40,000 രൂപയാണ്. 2,40,000 ഓൺലൈനിൽ വരുന്നുണ്ട്. ഇത് 1.40. ഓക്കെ. ഇത് അസ്യൂസിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അത് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ഇതിനെങ്ങനെയാ കോസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്നത് 1,17,000 രൂപയാണ്. മാർക്കറ്റിലാവുമ്പോൾ ഇത് 1.40 വരും. ജസ്റ്റ് അൺബോക്സ് ചെയ്തതിന് അത്ര മാറ്റമുണ്ടോ? 13th ജനറേഷൻ ആണ് നമുക്ക് വരുന്നത്. ഇത് മാക് മിനി ആണല്ലേ? അതെ. ഇത് ഏതാണ് ചിപ്പ്? ഇത് നമുക്ക് M2 ചിപ്പ് ആണ് വരുന്നത്. 8GB റാമും 256GB SSD. നമുക്ക് വരുന്നത് 50,000 ആണ്. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഒരു 69-70 ആ ഒരു പ്രൈസ് റേഞ്ച്. ഇവിടെ ഒരുപാട് മാക്കിന്റെ മോഡൽസ് വരുന്നുണ്ട് അല്ലേ? ഇത് മോഡൽ? ഇത് നമുക്ക് i9 ആണ് വരുന്നത്. i9ല് 64GB റാമും 1TB SSDയും വരുന്നത്. 9.5 ഗ്രാഫിക്സ് ഉള്ള മോഡലാണ് അത്. നമുക്ക് വരുന്നത് അത് 1,02,000 രൂപയാണ്. 1,02,000 രൂപയോളം നമുക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. 2,90,000. ഇവിടെ ബോക്സ് ഐപാഡ്സും അവൈലബിൾ ആണല്ലേ? അതെ. ഇതെങ്ങനെ കോസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് സീൽഡ് ആണ് വരുന്നത്. 31,000 ആണ് റേറ്റ് വരുന്നത്. 31. ഇപ്പം പുറത്തൊക്കെ എങ്ങനെ റേറ്റ്? ഏകദേശം 34-35 ആ ഒരു പ്രൈസ് റേഞ്ച്. ഇവിടെ ഇപ്പൊ എല്ലാ കാറ്റഗറി ലാപ്ടോപ്സും വരുന്നുണ്ടോ? അതെ. നമുക്കിപ്പോ ഇവിടെ മാക്ബുക്സ് വരുന്നുണ്ട്, എഡിറ്റേഴ്സിന് പറ്റുന്ന മെഷീൻസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഗെയിമിങ്ങിന് പറ്റുന്ന മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഗെയിമിങ്ങിന് നമുക്കിപ്പോ സ്പെഷ്യൽ ഓഫേഴ്സ് നമുക്ക് റൺ ചെയ്യുന്നുണ്ട്.
ഓഫേഴ്സ് അതെ ഒരു 20-30% വരെ നമുക്കിപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ ഒറിജിനൽ പ്രൈസുമായിട്ട് എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ളത്. അപ്പോൾ പുതിയ ലാപ്ടോപ്പ് വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് നമ്മുടെ കാര്യം നടക്കാൻ നല്ല നീറ്റ് ആയിട്ടുള്ള പുതിയതുപോലെ തന്നെ വലിയ യൂസേജ് ഒന്നും വരാത്ത ലാപ്ടോപ്പ് നമുക്ക് ചുള വിലക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാം എറണാകുളത്ത് കലൂർ ജംഗ്ഷനിലും കാലിക്കറ്റുള്ള ഡീറ്റെയിൽ റീഫർബിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് അതിനടുത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.